ഡാനിയ റെക്കോർഡിംഗ് ഓൺ ആണ്, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു ബീം കോളം സ്ട്രക്ചറൽ ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അതായത് ഒരു ബീം കോളം ലേഔട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിന്റെ നെസസിറ്റി, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ്, ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ബ്രീഫായിട്ട് നമ്മളെല്ലാം കണ്ടു, എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു. ഇന്ന് നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബീം കോളം, നമുക്കറിയാം ഒരു ബീം കോളം ലേഔട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ടാബ്സിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കിടെക്ചറൽ ഡേന്ന് ഫസ്റ്റ് ബീം കോളം ലേഔട്ട് പ്രിപ്പയർ ചെയ്ത് അവരുടെ നിന്ന് കൺഫേം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അത് മോഡൽ ചെയ്ത് അനലൈസ് ചെയ്ത് ഡിസൈൻ ഡീറ്റെയിലിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. സോ നമ്മുടെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റെപ്പാണ്, വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ബീം കോളം ലേഔട്ട്. ഓക്കെ, ബീം കോളം ലേഔട്ട് മാത്രമല്ല, നമ്മൾ അതിനെ ഞാൻ പറഞ്ഞു ഒരു അനലിറ്റിക്കൽ മോഡലും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഈ ടാബ്സിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ നമുക്ക് വേണം എന്ന് പറഞ്ഞു. ബീം സെൻട്രൽ ലൈൻസ് നമുക്ക് വേണം ഈ ടാബ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഫോർ മോഡലിംഗ് ദി സ്ട്രക്ചർ. സോ നമുക്ക് ബീം കോളം ലേഔട്ട് വിത്ത് സെൻട്രൽ ലൈൻ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ? ഹലോ, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് റിസീവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ഡയമെൻഷൻസും പിന്നെ ഹാച്ച് പിന്നെ അല്ലാതെയുള്ള എലമെന്റ്സ് എല്ലാം ഡിലീറ്റ് ആക്കി ഡ്രോയിങ് ക്ലിയർ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഇനിയും ഇതിൽ കുറച്ച് ഇങ്ങനെ ഇതുപോലെ ഗ്രീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്നാലും അത് തൽക്കാലം ഡിലീറ്റ് ആക്കുന്നില്ല. നമ്മൾ ഇതിന്റെ മേലയിലാണ് നമ്മൾ പറഞ്ഞു പ്ലിന്ത് ബീം. ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്ലിന്ത് ബീം ലേഔട്ട് ആണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരയ്ക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ താഴെ വരുന്ന ബീംസ് ആണ് പ്ലിന്ത് ബീം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മള് എല്ലാ വാൾസിന്റെയും ഇൻക്ലൂഡിങ് പാർട്ടീഷൻ വാൾ, എല്ലാ വാൾസിന്റെയും താഴെയാണ് നമ്മൾ പ്ലിന്ത് ബീം വരച്ചു പോകുന്നത്. ദ ഡയമെൻഷൻ ഓഫ് ബീം ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആഫ്റ്റർ അനലൈസിങ് ദ സ്ട്രക്ചർ. ഓക്കെ, ചിലപ്പോൾ അത് ചില സമയത്ത് അത് ഫെയിൽ ആവും. അപ്പൊ നമ്മൾ അതിന്റെ ഡയമെൻഷൻസ് ഈ ടാബ്സിൽ നമ്മൾ അതിനെ വിഡ്ത്തും ഡെപ്തും എല്ലാം നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻക്രീസോ ഡിക്രീസോ ചെയ്ത് കൊടുക്കും നമുക്ക് അതിന്റെ ആവശ്യം അനുസരിച്ചിട്ട്. അപ്പൊ ഇനീഷ്യലി ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ബീമിന്റെ ഡയമെൻഷൻസ് ഫസ്റ്റ് നമ്മൾ ബൈ ഡിഫോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2040, ഒരു 2040 നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന 2040 ബീംസ് ആൻഡ് കോളംസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വരയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിന് പെർട്ടിക്കുലർ ഡയമെൻഷൻസ് ഈ ടാബ്സിൽ നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ മോഡൽ ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പം പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ വിത്ത് സെൻട്രൽ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ബീം കോളം ലേഔട്ട് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ സെൻട്രൽ ലൈൻ എന്തിനാ ഈ ടാബ്സിൽ അനലിറ്റിക്കൽ മോഡൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ സെൻട്രൽ ലൈൻ ഒരു ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ കറക്റ്റ് ആയിട്ട് വരച്ച് അത് നമ്മൾ ഫുൾ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇപ്പൊ സെൻട്രൽ ലൈൻ നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ സെൻട്രൽ ലൈനിൽ എന്തെങ്കിലും ബ്രേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർസെക്ട് ചെയ്യാതെ എവിടെയെങ്കിലും നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ടാബ്സ് മോഡലിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ വരയ്ക്കുമ്പം എല്ലാം ശ്രദ്ധിച്ചും എഡിറ്റ് ഒക്കെ ചെയ്യുകയും വേണം. പിന്നെ ഏറ്റവും എളുപ്പത്തിന് നമുക്ക് വരയ്ക്കാൻ കോളം ലേഔട്ട് വരയ്ക്കുന്നത് എം ലൈൻ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇപ്പം എം ലൈൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ എം ലൈൻ മൾട്ടി ലൈൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. CAD-ല് കമാൻഡിൽ ML എടുക്കുക. ML എൻട്രി ചെയ്തിരിക്കേണ്ട, ജസ്റ്റ് ML ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ML ലൈൻ, ML എഡിറ്റ്, ML സ്റ്റൈൽ. ഫസ്റ്റ് നമ്മൾ ML സ്റ്റൈൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ടാബ്സ് നമ്മൾ അത് ML മൾട്ടി ലൈൻ വരച്ചു പോകുന്നത്, ബീംസ് വരച്ചു പോകുന്നത്. ഫസ്റ്റ് ബീംസ് വരച്ചിട്ട് ദെൻ കോളംസ് സെറ്റ് ചെയ്ത് അങ്ങനെ ഫൈനലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ML സ്റ്റൈൽ എടുത്തു. ഇന്നലെ നമ്മളൊരു S1 എന്ന് പറഞ്ഞൊരു സ്റ്റൈല് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്ത് അതിനൊന്ന് കറക്റ്റ് ആക്കാം. അപ്പൊ നമ്മളൊരു ഞാൻ വേറൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. S2 എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം.
ഇന്നലെ ആ പോർഷൻ മിസ്സായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടി അത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കീബോർഡിൽ ML എടുത്തു, സോറി ML സ്റ്റൈൽ എടുത്തു. അതിൽ ന്യൂ ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ്. ബൈ ഡിഫോൾട്ട് ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സ്റ്റൈലായിരിക്കും വരുന്നത്. നമുക്ക് ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ എടുക്കുക, എന്നിട്ട് S2 എന്ന് പറഞ്ഞ സ്റ്റൈൽ എടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, നെയിം കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു ലെയർ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ബൈ ഡിഫോൾട്ട് ഈ 2 ലെയർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ 2 ലെയർ എന്ന് പറഞ്ഞാൽ 2 ലൈൻസ്, 2 പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് 3 ലൈനെ വേണ്ട. M ലൈൻ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ലൈൻ വേണം. ഓക്കെ, 2 ലൈൻസിന്റെ ഇടയ്ക്ക് നടുക്ക് ഒരു ലൈൻസ് വേണം. അത് അനലിറ്റിക്കൽ മോഡലിനെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. അത് കറക്റ്റ് ആ ബീമിന്റെ സെന്ററിൽ കൂടെ തന്നെ അത് പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് സെന്റർ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് കൊടുക്കാം. ഇപ്പൊ ഇത് 0 ലെയർ, ഒരു ലെയർ വന്നിട്ടുണ്ട്. അതായത് ഈ ലൈൻസിന്റെ ഇടയ്ക്ക് ഒരു ലൈൻസ് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. യെല്ലോ കളർ കൊടുത്തു. വീണ്ടും ലെയേഴ്സ് ലൈൻസ് ആഡ്. ഇപ്പൊ ഞാൻ 3 ലൈൻസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. വീണ്ടും അതിന്റെ ഇടയ്ക്ക് ലൈൻ വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇപ്പൊ നമ്മുടെ നെസസിറ്റി ജസ്റ്റ് 3 ലൈൻ മതി. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ലൈൻ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. അത് ഇവിടെ ലൈൻ ടൈപ്പ് ഉണ്ട്, അത് ഇവിടെ ചേഞ്ച് ചെയ്യാം. പക്ഷെ ലൈൻ ടൈപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല. നമ്മൾ അനലിറ്റിക്കൽ ലൈൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ലൈൻ ആണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റൈൽ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത S2 എന്ന് പറഞ്ഞ സ്റ്റൈലാണ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി മൾട്ടി ലൈൻ വരച്ചു പോവാം. മൾട്ടി ലൈൻ വരയ്ക്കാനായിട്ട് വീണ്ടും ML എൻറ്റർ ചെയ്യുക. അപ്പം സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇവിടെ വരച്ച് കാണിച്ചു തരാം. സ്റ്റാർട്ട് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ കണ്ടു, നമ്മൾ സാധാരണ ലൈൻ വരയ്ക്കുന്നത് സ്റ്റാർട്ട് പോയിന്റ്, സാധാരണ ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത് വരയ്ക്കുന്നത്. അപ്പം ഇത് ML ലൈൻ, അതുപോലെ തന്നെ ML കമാൻഡ് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതുള്ളൂ. സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വരച്ചു പോവാം. നമുക്ക് സാധാരണ ലൈൻ എപ്പോഴും ഓർത്ത് ഓൺ ചെയ്ത് വരച്ച് പോകണം. ഓർത്ത് ഓൺ ചെയ്ത് വരച്ച് പോവാൻ വേണ്ടത്. നമുക്ക് കീബോർഡിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ കമാൻഡ് വീണ്ടും റിപ്പീറ്റ് ആകും കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. 3 ലൈൻസ് ഉണ്ട്. നമ്മൾ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ 2 പാരൽ ലൈൻസ് നടുക്കൂടെ ഒരു യെല്ലോ കളർ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. അതാണിത്. വീണ്ടും ലൈൻ ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു ലൈനും കൂടെ വരും അങ്ങനെ. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ML ക്രിയേറ്റ് ചെയ്തു. ഇതിനിപ്പം നമ്മൾ ഫസ്റ്റ് ML വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ വോൾസിന്റെയും താഴെ വേണം ബീം വരയ്ക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ബീം വിത്ത് സെൻട്രൽ ലൈൻ എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഈ ഒരു ഇമേജിനെ നമ്മൾ മൾട്ടി ലൈൻ വരയ്ക്കുന്നത് ജസ്റ്റ് ML എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇത് കണ്ടോ, സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിന്റെ നടുക്ക് കൂടെയാണ് വന്നേക്കുന്നത്. അതായത് എനിക്ക് ശരിക്കും ഇത് വോളിന്റെ ഔട്ടർ ലൈൻ ആണ്. ബീമിന്റെ ഔട്ടർ ലൈനും ഇത് വോൾസിന്റെ സൈസ് 200 ആണ്, ബീമിന്റെ സൈസ് 200 ആണ്. സെയിം ആണ്. സോ ഔട്ടർ വോൾസിന്റെ ഔട്ടർ ലൈനും ബീംസിന്റെ ഔട്ടർ ലൈനും സെയിം കോയിൻസൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് ML എടുത്തു വരച്ചു തുടങ്ങിയപ്പോൾ ഇതിന്റെ സെൻട്രൽ ലൈൻ ആണ് കോയിൻസൈഡ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പം അതിന്റെ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് അതിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ML എടുക്കുക, ML എൻ്റർ. ഇവിടെ താഴെ ജസ്റ്റിഫിക്കേഷൻ സ്കെയിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ എടുക്കുക. ദെൻ ഏതാണ് 0 എന്ന് പറയുന്നത് നമ്മൾ പോയിന്റ് വരച്ച ആ സെൻട്രൽ ലൈൻ കോയിൻസൈഡ് ചെയ്ത് വരുന്നതാണ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ആ ML ലൈനിന്റെ ടോപ്പ്, ബീമിന്റെ ടോപ്പ് കോയിൻസൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ടോപ്പാണ് വേണ്ടത് ഔട്ടർ ബീംസ് വരയ്ക്കുമ്പോൾ. ഓക്കെ, ടോപ്പ് എടുക്കുക, ഇങ്ങനെ വരച്ചു പോവാം. ഫസ്റ്റ് നമ്മൾ ഔട്ടർ ബീംസ് കവർ ചെയ്തതിന് ശേഷം വേണം പാർട്ടീഷൻ വാൾ ഇൻസൈഡ് ബീംസ് എല്ലാം കൊടുക്കാനായിട്ട്. ഇത് പോർച്ച് കവേർഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പോർച്ചിന്റെ അവിടെ ഇങ്ങനെ ബീം കൊടുക്കാം. ഇങ്ങനെ നേരെ വരച്ച് പോവാം. ഇവിടെ സ്ലാബ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബീം, അതായത് ഇതൊക്കെ സിറ്റ് ഔട്ടും പോർച്ചൊക്കെ കവേർഡ് ആയതുകൊണ്ടാണ് നേരെ ഇങ്ങനെ വരച്ചു പോകുന്നത്.
ഇവിടെ ആണെങ്കിൽ ഇതാ അങ്ങനെ ഫുൾ വരച്ചു പോവാം. പിന്നെ ഇത് പാർട്ടീഷൻ വോളാണ്. പാർട്ടീഷൻ വോളിൽ സെന്ററിൽ കൂടെ നമുക്ക് വേണം. അപ്പം നമുക്ക് 0 ഒന്നും പറ്റില്ല. അതായത് നമുക്ക് ഈ ഒരു വോളിന്റെ സെന്ററിൽ കൂടെ തന്നെ ആ സെന്റർ ലൈൻ പാസ് ചെയ്യണം. എപ്പോഴും അങ്ങനെ അതും ശ്രദ്ധിക്കണം. വോളിന്റെ സെന്ററിൽ കൂടെ വേണം ആ സെന്റർ ലൈൻ പാസ് ചെയ്യണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ML തന്നെ ഓൺ ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പ്ലസ് കീബോർഡിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം മിഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം 2 പോയിന്റ്സ് കാണിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് കിട്ടും. പക്ഷേ ഇത് ജസ്റ്റിഫിക്കേഷൻ തെറ്റായതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇനി നമ്മൾ ജസ്റ്റിഫിക്കേഷൻ ചേഞ്ച് ചെയ്യണം. നേരത്തെ ടോപ്പ് ജസ്റ്റിഫിക്കേഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ML എന്റർ J0 കൊടുക്കുക. 0 കോയിൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മിഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വരച്ചു പോവാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പൊ പിന്നീട് നമുക്ക് എഡിറ്റ് ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരയ്ക്കും. ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ 0 ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ഇവിടെ ജസ്റ്റിഫിക്കേഷൻ ബോട്ടം ആയിരിക്കണം. അതായത് ഈ ബീമിന്റെ ലൈനും വാളിന്റെ ലൈൻ ഇവിടെ ബോട്ടം സെയിം ആയിരിക്കണം. അപ്പൊ ML എന്റർ അങ്ങനെ ജസ്റ്റിഫിക്കേഷൻ മാറ്റി മാറ്റി തിരിച്ചു മറിച്ചിട്ടൊക്കെയാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. അങ്ങനെ എല്ലായിടത്തും വരയ്ക്കാം. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഈ പാർട്ടീഷൻ വോൾ, ടോയ്ലറ്റിന്റെ പാർട്ടീഷൻ വോൾ ചിലപ്പം ഇത് 200 ആണ്. 200 ആവണം നിർബന്ധമില്ല, 100 ആവാം. അപ്പൊ 100 ആണെങ്കിൽ ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ അതിനെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഷെൽഫ് ആണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട, ഒരു ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ്. ഇതിനെ നമുക്കിപ്പം ഇതൊരു 100-ലാണ് നിൽക്കണേന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 15 ഓർ 100 സോറി 10 ഓർ 15 സെന്റിമീറ്റർ തിക്കുള്ള ഒരു വോളാണ്. 20 അല്ല, 20 തിക്നെസ് വോളല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാ വരയ്ക്കണമെന്ന് വെച്ചാൽ നേരത്തെ കണ്ട പോലെ മിഡ് പോയിന്റ് ചൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അതായത് ML എന്റർ ഷിഫ്റ്റ് പ്ലസ് കീ റൈറ്റ് ബട്ടൺ മിഡ് പോയിന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, മിഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഈ 2 പോയിന്റ്സ് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. ജസ്റ്റിഫിക്കേഷൻ തെറ്റാണ്, ബോട്ടം ആയതുകൊണ്ട് അത് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ 0 ആക്കാം. ഷിഫ്റ്റ് ML എന്റർ ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ബട്ടൺ ഈ 2 പോയിന്റ്സ് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ കറക്റ്റ് ഈ ഒരു വോളിന്റെ സെന്റർ കിട്ടി. അതിന്റെ നടുക്ക് കൂടെ തന്നെയാണ് സെന്റർ ലൈനും വന്നിരിക്കുന്നത്. അത് നമ്മളിവിടെ ഒന്ന് എൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ മൾട്ടി ലൈൻ M ലൈൻ പ്രോപ്പർട്ടിയിലാണ് ഈ നമ്മൾ വരച്ച ലൈൻസ് എല്ലാം വന്നത്. ഇപ്പൊ ഇനിയും വരയ്ക്കാനുണ്ട്, ഇവിടേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഞാനത് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചിട്ടുണ്ട്. എല്ലായിടത്തും ആയിട്ടില്ല. ഇപ്പൊ ഞാൻ വരച്ച അത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടേക്ക് വരയ്ക്കാനുണ്ട്. ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. വരച്ചത് ഇപ്പോൾ ഇത്രയുള്ള ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. സെലക്ട് സിമിലർ M ലൈൻ പ്രോപ്പർട്ടിയിലുള്ളതെല്ലാം സിമിലർ. ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് സിമിലർ കൊടുത്താൽ അതെല്ലാം വരും. അപ്പം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മൾട്ടി ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ബീംസ് വരച്ചിരുന്ന പോർഷൻസ് ആണ്. ഇനി ഇവിടേക്ക് വരയ്ക്കാനുണ്ട്. അപ്പൊ വരയ്ക്കുന്ന ഇടയ്ക്കും നിങ്ങൾക്ക് ഇനി വരയ്ക്കാൻ എവിടേക്ക് ഏതൊക്കെ പോർഷനെ വിട്ടുപോയെന്നും ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇതിപ്പോ പ്ലിന്ത് ബീം ആണ് വരച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, നമ്മൾ ബീം ലേഔട്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബീം ഒരിക്കലും പകുതിക്ക് വെച്ച് ടെർമിനേറ്റ് ആവാൻ പാടില്ല. കോർണർ ബൈ കോർണർ ടെർമിനേറ്റ് ആവാൻ പാടില്ല. ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു ബീം ഇവിടുന്ന് വന്നു, ബീം അടുത്ത ബീമിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെയാണ് ബീം നിൽക്കുന്നതെങ്കിൽ, അത് എസ്പെഷ്യലി റൂഫ് ബീം ആണെങ്കിൽ പോലും ഇങ്ങനെയാണ് ബീം നിൽക്കുന്നതെങ്കിൽ
അത് ഇവിടെ ഒരു ലോഡ് കൂടും, അതായത് ഇവിടെ ഒരു സ്ട്രെസ് വരും അല്ലേ? അങ്ങനെ ഇവിടെ സപ്പോർട്ട് ഇല്ല ഈ ബീമിന്. ഓക്കെ, ഇവിടെ ഒരു കോളം ഉണ്ടെങ്കിൽ പോലും കോളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ശരിക്കും ബീം ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പം അങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യുന്നു, ആ ബീമിനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഇത് സെലക്ട് ചെയ്തിട്ട് ആ ബീം സെലക്ട് ചെയ്ത് ജസ്റ്റ് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് എപ്പോഴും ഓർത്ത് ഓൺ ചെയ്യണം, കണ്ടിന്യൂ ചെയ്ത് ഇവിടെ കൊടുക്കാം. ഈ ബീമിലേക്ക് റെസ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഇതും ഓക്കെയാണ്. ഇപ്പം ഇതിന്റെ സ്പാൻ കൂടുതലാണ്. ഇപ്പം 3 മീറ്ററിൽ കൂടുതൽ സ്പാൻ ഉണ്ടെങ്കിൽ നമുക്ക് നടുക്കൊരു ബീം കൊടുക്കണം. അപ്പം ഇതിന്റെ സ്പാൻ 5.6 ആണ് ഡയമെൻഷൻ എടുത്തപ്പോൾ, 5.6 മീറ്റർ ആണ്. അപ്പം ഇവിടെ ഒരു ബീം വേണ്ടി വരും. ഓക്കെ, ഞാൻ ഈ ബീമിനെയാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം എസ്തെറ്റിക് ആയിട്ട് ഈ ബീം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആർക്കിടെക്ചറിന്റെ അതുകൊണ്ടാണ് ആർക്കിടെക്ചറിന്റെ അപ്രൂവൽ നമ്മൾ വാങ്ങിക്കുന്നത്. ബീമും കോളം പൊസിഷനും എല്ലാം നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് റഫായിട്ട് വരച്ചു കൊടുക്കും. അത് ഓക്കെ ആണെങ്കിൽ അപ്രൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ നമുക്കത് മാർക്ക് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ബീം കൊടുത്തു, അയച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബീം വേണ്ട, അവര് ബീം വരുമ്പോ എന്തോ ഒരു വ്യത്യാസമുണ്ട്, ലിവിംഗ് റൂം ആയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബീം ഒഴിവാക്കി തരുമോന്ന് ചോദിക്കും. അപ്പം നമുക്ക് ആ ബീം മാറ്റാം, പക്ഷെ അതിനനുസരിച്ചിട്ട് ഇവിടെ അടുത്ത നിയർ ബൈ ബീംസിന്റെ ഡയമെൻഷൻസും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, സ്ലാബിന്റെ ഡെപ്ത് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയും കൊടുക്കാം, പക്ഷെ അതിനെ കൺകറന്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെന്റ്സും ഒന്ന് സേഫ് ആക്കി വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയും വരാം, അങ്ങനെയും സിറ്റുവേഷൻസ് വരാം. ഓക്കെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ലെവൽ പോലെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫുൾ ബീം വരച്ചതിന് ശേഷം നമുക്ക് ഇനി ആഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പോലും അങ്ങനെ ബീം നിൽക്കാൻ പാടില്ല. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബീമിനെ ഇതിനെ റെസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഇവിടെ നിന്ന് തന്നെ ബീമിനെ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനെടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഓക്കെ, അത് ഇങ്ങനെ ഒരിക്കലും ബീം അങ്ങനെ നിൽക്കാൻ പാടില്ല, കോർണറിലേക്ക് നിൽക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഷോർട്ട് ഡയറക്ഷൻ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പം എക്കണോമിക് പരമായിട്ടും അത് ശരിയാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബീംസ് വരച്ചു. ഇനി നമ്മള് ഇതപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ശരിക്കും സെന്റർ ലൈൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞത്. സെന്റർ ലൈൻ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യണം, സെന്റർ ലൈൻ ബ്രേക്ക് ആവാൻ പാടില്ല, അത് ഇന്റർസെക്ട് ചെയ്യാതെ നിൽക്കരുത്. ഓക്കെ, അപ്പം ഇതിലെന്ന് പറഞ്ഞാല് സെന്റർ ലൈൻ ഇവിടെ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്, ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കോർണേഴ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് ഇതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ നമ്മള് CAD-ല് ലൈൻസ് എഡിറ്റ് ചെയ്യണ എങ്ങനെയാ, ഫില്ലറ്റ്, ട്രിം കമാൻഡ് ഒക്കെ യൂസ് കമാൻഡ് ഓഫ്സെറ്റ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലൈൻ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, CAD-ല്. പക്ഷെ ഇതില് M ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഈ കമാൻഡ്സ് ഒന്നും വർക്ക് ആവില്ല. ഓക്കെ, അപ്പൊ M ലൈൻ എഡിറ്റ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് ഈ കോർണേഴ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാം. അതായത് ഇപ്പൊ അതാ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ ഇതാ കോർണേഴ്സ് ഒന്ന് കറക്റ്റ് ആയിട്ട് വരണം. പിന്നെ അതാ ഈ ഒരു ജോയിന്റ് ഇത് കറക്റ്റ് ഇന്റർസെക്റ്റഡ് ആണ്, പക്ഷെ ഇവിടേക്കൊന്ന് നമുക്ക് ട്രിം ചെയ്ത് കളയണ്ടേ. അപ്പൊ അതിന് നമുക്ക് സാധാരണ ഇവിടെ ട്രിം കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് M ലൈൻ ആയതുകൊണ്ട്, M ലൈൻ പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇവിടേക്കൊന്ന് ഈ ജംഗ്ഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ അത് എഡിറ്റ് ചെയ്യാനായിട്ട് കീബോർഡിൽ ML എൻ്റർ ചെയ്യേണ്ട, ML ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ML എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്. യൂഷ്വലി നമ്മൾ മേർജ് ചെയ്ത് സെൻട്രൽ ലൈൻസ് എല്ലാം കണക്ഷൻ വേണം. നമ്മുടെ കേസിൽ സെൻട്രൽ ലൈൻസ് എല്ലാം കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ ബീമിന്റെ ആ നടുക്കത്തെ ലൈൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, ഒന്ന് ട്രിം ചെയ്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മേർജ് ക്രോസ് എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്, ഒരു കമാൻഡ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതായത് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ഇതായിട്ട് കാണാൻ പറ്റും, ഒരു കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ വേണം. അതായത് ഈ ബീമിന്റെ ലൈൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ യെല്ലോ കളർ ലൈൻസ് മാത്രം ഒന്ന് മേർജ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പൊ അതെടുക്കുക.
ഇതാണ് ആ സിറ്റുവേഷൻ വന്നേക്കുന്നത്. ഇത് ഈ രണ്ട് ബീംസിനെ കാണിച്ചു കൊടുക്കുക. അത് ക്ലിയർ ആയി. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഇരുന്നേച്ചത് ബീം ലൈൻസ് ഒക്കെ അകത്തുണ്ട്. അപ്പം നമുക്ക് സാധാരണ ട്രിം ചെയ്യാനും റൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ബ്രേക്ക് ലൈൻ ബ്രേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി ML എഡിറ്റ് കൊടുക്കുക, ML എഡിറ്റ് കൊടുക്കുക, മേർജ് ക്രോസ് കൊടുക്കുക. ഇതാണ് സിറ്റുവേഷൻ ഏതാ നിങ്ങൾ നോക്കുക. മേർജ് ക്രോസ് കൊടുക്കുക. ഈ രണ്ട് ബീംസ് കാണിച്ചു കൊടുക്കുക. അത് തന്നെ പോയി. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ കറക്റ്റ് സെൻട്രൽ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. ഇവിടെ കണ്ടോ, ഇവിടെ സെൻട്രൽ ലൈൻ കണക്റ്റഡ് ആണ്, പക്ഷേ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ ഒരു ജംഗ്ഷൻ ക്ലിയർ ചെയ്യണം. അപ്പൊ ML എഡിറ്റ് മേർജ് ട്രീ. ഓപ്പൺ ട്രീ അല്ല വേണ്ടത്. ശരിക്കും നമുക്ക് ഇത് മേർജ് ചെയ്യണം. നടുക്കത്തെ ലൈൻ മേർജ് ചെയ്യണം. ഓപ്പൺ ട്രീ ആണെങ്കിൽ അത് മേർജ് ആവില്ല. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന സെൻട്രൽ ലൈനും ഇവിടെ നിന്ന് വരുന്ന സെൻട്രൽ ലൈനും കോയിൻസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ മേർജ് ട്രീ എടുക്കുക, ഇതെടുക്കുക, ഇത് കാണിച്ചെടുക്കുക. അത് മേർജ് ആയി, അത് ക്ലിയർ ആയി. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞ കോർണറിന് എന്താ പ്രശ്നമുണ്ട്? ഇത് ജോയിന്റ് കണക്റ്റഡ് അല്ല, സെൻട്രൽ ലൈൻ കണക്റ്റഡ് അല്ല. ഇവിടെ ഒന്ന് ഫില്ലറ്റ് ആവാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും ML എഡിറ്റ് കോർണർ ജോയിന്റ്, ഈ രണ്ട് ബീം കാണിച്ചു കൊടുക്കുക. അത് ഫില്ലറ്റ് ആയി, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫില്ലറ്റ് ആയി വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിലൈൻ കമാൻഡ് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോർഷൻ ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഇവിടെ റിയാക്റ്റില് തംസ് അപ്പ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ആ ഒരു പോർഷൻ, ഏത് പോർഷനാണ് ക്ലിയർ ആവാത്തത് അതൊന്നുകൂടി പറഞ്ഞുതരാം. ഹലോ, റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ ആണ്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ML എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് സിറ്റുവേഷൻ, അതായത് ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നു. ഇത് ആപ്ലിക്കേഷൻ ഒക്കെ ഇവിടെയാണ് വരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് റഫ് ആയിട്ടൊന്ന് ബീംസ് വരച്ചു കൊടുത്തത് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതുപോലെ എഡിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെയാണെങ്കിൽ കോർണർ ജോയിന്റ് ഒന്ന് ശരിയാക്കണം. അപ്പൊ ML എഡിറ്റ് കോർണർ ജോയിന്റ്, ഇതും സെലക്ട് ചെയ്യുക. അത് ക്ലിയർ ആയി. എല്ലാ കോർണർ ജോയിന്റ്സും ക്ലിയർ ആണോ നോക്കാം. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഓക്കെയാണ്, ഇവിടെ എല്ലാം ഓക്കെയാണ്. ഇവിടെ ഒന്നും ശരിയാക്കാനില്ല. അത് ഓക്കെ ആയി. ജോയിനും ഫില്ലറ്റും എല്ലാം ഈ ഒരു സെയിം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് T ജംഗ്ഷൻ ആണ്. T ജംഗ്ഷൻ ഇതൊന്ന് ഇതിലേക്ക് മേർജ് ആവാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വലിച്ച് ഇങ്ങോട്ടേക്ക് ആക്കാം, എന്നാലും ശരിയാവില്ല. ഒരുമിച്ച് ബാക്കി ലൈൻസും വരും. അപ്പം ML എഡിറ്റ് മേർജ് T, ഈ രണ്ട് ബീംസും കാണിച്ചു കൊടുക്കുക. അപ്പൊ അത് മേർജ്ഡ് ആയി കട്ട് ചെയ്ത് പോകും. അപ്പം മേർജ്ഡ് എവിടേക്കാണെന്ന് ഫസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. അപ്പൊ ഇവിടെ ക്ലിയർ ചെയ്ത് ഇവിടെയും പോയി. അത് നമ്മൾ വീണ്ടും വരച്ചു കൊടുക്കേണ്ട വരും. അങ്ങനെ എല്ലായിടത്തും ഇത് ക്രോസ് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പം ML എഡിറ്റ് മേർജ് ക്രോസ്, ഇതും സെലക്ട് ചെയ്യാം. അത് ശരിയായിട്ടുണ്ട്. അപ്പൊ ഫുൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ്. സോറി, നമ്മൾ കോളംസ് പ്ലേസ് ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, കോളംസ് ഇപ്പൊ ബീംസ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ബീംസിന്റെ ലൈൻസ് എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോളംസ് പ്ലേസ് ചെയ്യാണ്. അപ്പൊ കോളംസ് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് കോളം ഏത് ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി വെക്കാം. അതായത് ഇപ്പം ഞാനൊരു കോളം ക്രിയേറ്റ് ചെയ്യാണ്. റെക്ടാംഗിൾ എടുത്തിട്ട് ഇത് 200, 400 ഡയമെൻഷനുള്ള കോളമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റെക്ടാംഗിൾ എടുത്തു, എൻ്റർ ചെയ്തു, കോളംസ് എടുത്തു, ഒരു ഡയമെൻഷൻ എടുത്തിട്ട് 200, 400,
ഉള്ളൊരു കോളം എടുത്തു. ഇതിന് ഹാച്ച് കൊടുക്കണം. കോളത്തിന് ഹാച്ച് കൊടുക്കാനായിട്ട് ഹാച്ച് എടുത്തു. ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കുക. അതിന്റെ സ്കെയിൽ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. സ്കെയിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഹാച്ച് റഫായിട്ട് കൊടുത്തു. അതിന് വേണമെങ്കിൽ നമുക്ക് ഹാച്ചിന്റെ ടൈപ്പ് മാറ്റാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഹാച്ച് പാറ്റേൺ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 20. ഇങ്ങനെ ഒരു കോളം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ആക്കുക. ബി എൻറ്റർ കോളം. അതിനെ ബ്ലോക്ക് ആക്കി വെച്ചു. അതായത് നമ്മളിപ്പോ ഇതൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഒറ്റ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എടുത്തു, ഒരു കോപ്പി എടുത്തിട്ട് ഒരു ഹൊറിസോണ്ടൽ കോളം ഇങ്ങനെ കൊടുത്തു. ഇനി കോളംസ് എവിടേക്കാണ് വെക്കേണ്ടത് അതൊക്കെ കോപ്പി എടുത്ത് എവിടേക്കാണ് കോളംസ് ഒന്ന് റഫായിട്ട് പ്ലേസ് ചെയ്യുക. എവിടേക്കാണ് വെക്കേണ്ടത് അലൈൻമെന്റ് ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ലാസ്റ്റ് നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് വെർട്ടിക്കൽ കോർണേഴ്സിലും കോളംസ് ആഡ് ചെയ്യും. എല്ലാ കോർണേഴ്സിലും എല്ലാം ഫസ്റ്റ് എല്ലാ കോർണേഴ്സിലും കോളം ആഡ് ചെയ്തതിനു ശേഷം പിന്നെ അതിന്റെ അലൈൻമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു സെന്ററിലെ ഒരു 2020 കോളം അങ്ങനെ പ്ലേസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബീംസ് വരച്ചതിന് ശേഷം കോളം ലേഔട്ട് എല്ലാം ക്ലിയർ ആക്കുക. ഒപ്റ്റിമം നമ്പർ ഓഫ് കോളം വേണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒത്തിരി കോളം നമ്പർ കൂടാനും പാടില്ല, ഒത്തിരി കുറയാൻ പാടില്ല. ഒപ്റ്റിമം ആയിരിക്കും 50. ഈ ഒരു ചെറിയൊരു സ്ട്രക്ചർ ആണ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പൊ ഒരു 15 കോളം 12, 15 മാക്സിമം 18 കോളം വരെ ഇതിന് പോകാം. അപ്പൊ നമ്മൾ അതിന്റെ ഏരിയ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് കോളംസ് ഒന്ന് റഫായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി കോളംസ് എല്ലാം പ്ലേസ് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ടത് ഇനി ഈ ടാബ്സിലേക്ക് ബീം കോളം ലേഔട്ട് ആയി. ഇനി അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. മാത്രമല്ല BC ലേഔട്ടേക്ക് ആർക്കിടെക്ചറിന് അയച്ചു കൊടുക്കുമ്പോൾ സെൻട്രൽ ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സെൻട്രൽ ലൈൻ നമുക്ക് ഈ ടാബ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പൊ അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം ഈ ഒരു BC ലേഔട്ടിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ലൈൻ, ഇപ്പൊ ഇതൊരു വേറൊരു സ്ട്രക്ചർ ആണ്. ഇത് BC ലേഔട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം ഇതില് സെൻട്രൽ ലൈൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരച്ചതിന് ശേഷം സെലക്ട് സിമിലർ കൊടുക്കുക. ബീംസ് മാത്രമാണ് കേട്ടോ. അതായത് ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതില് ആർക്കിടെക്ചർ പ്ലാൻ ആണ്. അപ്പൊ അതിന്റെ മേലെല്ലാം ബീംസ് വരച്ചതിന് ശേഷം സെലക്ട് സിമിലർ കൊടുത്തു. ബീംസ് മാത്രം അത് ആയി. അതിന് കോപ്പി ഓർ മൂവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കോപ്പിയാണ് കൊടുക്കുന്നത്. കോപ്പി എടുത്തു, അതിന് ഒരു പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നേരെ മാറ്റി കൊടുത്തു. അപ്പം ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ആഫ്റ്റർ എഡിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള BC ലേഔട്ട് ആണ്, ബീം ലേഔട്ട് ആണ്. ഇനി ഇതിനെ നമുക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇതൊരു ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഫുൾ സെലക്ട് ചെയ്തിട്ട്
ഇവിടെ എക്സ്പ്ലോർഡ് ഓപ്ഷൻ ഉണ്ട് ക്യാരി. അത് എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ എലമെന്റ് ആയിട്ട് ഇപ്പം ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ വേറെ വേറെ എലമെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഇതിൽ നിന്ന് യെല്ലോ കളർ ലൈൻസ് സെൻട്രൽ ലൈൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, മാറ്റണം. കോപ്പി അല്ല, മൂവ് ചെയ്ത് മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതെടുത്തു. ഫസ്റ്റ് ഫുൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഓരോന്ന് യെല്ലോ കളർ ലൈൻസ് സെലക്ട് ചെയ്ത് മാറ്റാനായിട്ട് കുറച്ച് പാടാണ്. അത് ഒരുമിച്ച് തന്നെ മൂവ് ചെയ്ത് താഴ്ത്തിട്ട് വരണം. അപ്പൊ അത് സെലക്ട് ചെയ്ത് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സെലക്ട് ചെയ്തിട്ട് ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ക്വിക്ക് സെലക്ട് അതെടുക്കുക. നമുക്ക് എന്ത് കളറാണ് മാറ്റേണ്ടത്, യെല്ലോ കളർ, പല യെല്ലോ ബീംസിനെ മാറ്റണമെങ്കിൽ ബീംസിനെ മാറ്റി വെക്കാം. എനിക്ക് ആ യെല്ലോ കളറിനെ തന്നെ മാറ്റുന്നത്. അത് സെലക്ട് ചെയ്യുക. ബൈ ലെയർ, അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ കാണാം. ബൈ കളർ കമാൻഡ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്, വേറെ കളർ കൊടുത്തത് കൊണ്ട്. ഇതില് സെയിം യെല്ലോ കളറിൽ വേറൊരു എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വർക്ക് ആവില്ല. വേറെ ലെയർ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ജസ്റ്റ് കളർ എടുത്തു, ഓക്കെ കൊടുത്തു. അപ്പൊ ഇതില് കണ്ട യെല്ലോ കളർ മാത്രം എഡിറ്റ് ആയിട്ടുണ്ട്, മറ്റേത് സെലക്ട് ആയിട്ടുണ്ട്, മറ്റേതെല്ലാം ഡീസെലക്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന് മൂവ് ചെയ്ത് എടുത്ത് എൻ്റർ ചെയ്ത് ഒരു പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത് മൂവ് ചെയ്ത് മാറ്റുമ്പോൾ ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഈ ടാബ്സ് മോഡലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകും കൊടുക്കാനാണ്. അപ്പൊ ഈ ടാബ്സിൽ ഓൾറെഡി ബീംസ് എല്ലാം നമ്മൾ വരച്ച് കഴിഞ്ഞ് അതിന്റെ ഡയമെൻഷൻ ഒക്കെ നമ്മൾ അതിലൊന്ന് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ആർക്കിടെക്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇതിന് വേണമെങ്കിൽ നമുക്ക് ലൈൻ ടൈപ്പ് ഒക്കെ മാറ്റാം. അതായത് ഫുൾ സെലക്ട് ചെയ്തിട്ട് ലൈൻ ടൈപ്പ് ബൈ ഇങ്ങനത്തെ ലൈൻ ടൈപ്പ് കൊടുക്കാം. അതിന്റെ സ്കെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ML എഡിറ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇപ്പൊ ഈ ഒരു യെല്ലോ കളർ ലൈൻ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. അപ്പൊ അത് ഈ ടാബ്സിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്നലെ സെൻട്രൽ ലൈൻ ഡയഗ്രാം അനലിറ്റിക്കൽ മോഡൽ ആയതുകൊണ്ട് നമ്മൾ എല്ലാ കോർണേഴ്സും നോട്ട്സ് വരെ ഇപ്പം ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് മെത്തേഡാണ്, പ്രിൻസിപ്പിൾ ആണ് അവിടെ ഈ ടാബ്സ് മോഡലിലും എല്ലാം അനലിറ്റിക്കൽ മോഡൽ സോഫ്റ്റ്വെയർസിനും എല്ലാം യൂസ് ചെയ്യുന്നത് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്. അതായത് നോട്ട്സ്, ഈവൻ എലമെന്റ് മാത്രമല്ല, ഇത് എലമെന്റ് എന്നാ പറയുന്നത്. ഇതിന് ഒരു നോഡ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു നോഡ് ഉണ്ട്, ജോയിൻസിന് നോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നോട്ട് നോഡ് കണക്ഷൻ വരെ എത്ര മൈന്യൂട്ട് ആയിട്ടാണ് അത് കണക്ട് ചെയ്തത് ലോഡ് കൊടുക്കണം. ലോഡ് ട്രാൻസ്ഫറിങ് കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ജോയിൻസും എല്ലാ മെമ്പേഴ്സും കണക്റ്റഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ മാറി നിൽക്കാൻ പാടില്ല, ഇത് കണക്ട് ആയിരിക്കണം. പിന്നെ ചില സമയത്ത് ഇങ്ങനെ വേറെ വേറെ ബീമായിട്ട് നിൽക്കാൻ പാടില്ല. ശരിക്കും ഇതൊരു ഒറ്റ ബീമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് എറർ കാണിക്കും. ഓക്കെ, അപ്പം അതൊക്കെ ഉണ്ടോന്നൊന്ന് എൻഷുർ ചെയ്യാം. അതുണ്ടോ ഇല്ലയോ എന്നൊന്ന് എൻഷുർ ചെയ്യാം. ഇതിപ്പോ സാധാരണ ഒരു ലൈൻ ഇപ്പം ലൈൻ ആയിട്ടുണ്ട്. അതായത് ML എഡിറ്റ് വെച്ചിട്ട് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഇതിന് ഇനി വീണ്ടും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് കമാൻഡ് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഇതൊരു സാധാരണ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം ഓക്കെ ആണെന്ന് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാം ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഓവർകിൽ എന്ന് പറഞ്ഞൊരു കമാൻഡും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓവർകിൽ എന്ന് പറഞ്ഞാൽ ഫുൾ സെലക്ട് ചെയ്യുക. ഓവർകിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലിൽ എന്തെങ്കിലും ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ യെല്ലോ ലൈൻസ് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓവർലാപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യണം. അപ്പൊ അതിനാണ് ഓവർകിൽ എന്ന് പറഞ്ഞൊരു കാഡിൽ കമാൻഡ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നത്. അപ്പം ഓവർകിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഫുൾ സെലക്ട് ചെയ്തിട്ട് ഓവർകിൽ വരും, അതില് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഓക്കെ കൊടുത്താല് അതിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പൊക്കോളും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുക്കാം. അപ്പൊ ഇതിനെ നമ്മളൊരു ഫ്രഷ് ഡ്രോയിങ്ങിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ,
അതായത് നമുക്ക് ഒരു ഫ്രഷ് ഡ്രോയിങ് എടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ബാക്കിയുള്ള ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഇതിനെ മാത്രമായിട്ട് ഒരു CAD ഡ്രോയിങ്ങിലേക്ക് എടുക്കണം. എന്തിനാ? ഈ ടാബ്സിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് മാത്രം എടുത്തിട്ട് Ctrl+C ഒരു ഡ്രോയിങ് എടുക്കുക. ഈ ഒരു ഒറിജിനിലേക്ക് കോപ്പി ചെയ്ത് Ctrl+C. എവിടെയോ പേസ്റ്റ് ആയിട്ടുണ്ട്. Ctrl+C, Ctrl+V. ഓക്കെ, അതിന്റെ സ്കെയിൽ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ സ്കെയിൽ തീരെ ചെറുതായി. ഈ രണ്ട് ഡ്രോയിങ്ങിന്റെ സ്കെയിൽ വേറെ വേറെ. ഇതാ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല കേട്ടോ. അതൊക്കെ കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് തീരാത്ത ഒരു ഡ്രോയിങ് ആണ്. Ctrl+C. നേരത്തെ എന്ന് വെച്ചാൽ ഇത് ഒറിജിനിൽ തന്നെ കൊടുക്കണം. 0 ഒറിജിനിൽ തന്നെ ഇത് പ്ലേസ് ചെയ്യണം. അതെങ്ങനെയാന്ന് വെച്ചാല് സെയിം യൂണിറ്റ് വേണം. ഇത് സെന്റിമീറ്റർ ആയിരുന്നു. സെന്റിമീറ്റർ ടു ഇത് ബൈ ഡിഫോൾട്ട് MM ആയിരിക്കുമല്ലോ ഡ്രോയിങ് ഫ്രഷ് എടുക്കുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് നേരത്തെ അത് പേസ്റ്റ് ആകാതിരുന്ന് വെച്ചത്. വന്നിട്ടുണ്ട്, അത് എവിടെയോ ആണ്. അത് സൂം ഔട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് സ്കെയിലൊക്കെ ചെയ്ത് ശരിയാക്കണം. ഇത് MM തന്നെയുള്ള ഡ്രോയിങ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇത് ഫുൾ സെലക്ട് Ctrl+C കീബോർഡിൽ എടുക്കുക. എന്നിട്ട് ആ ഫ്രഷ് ഡ്രോയിങ് എടുക്കുക. എന്നിട്ട് Ctrl+V കൊടുക്കുക. അപ്പൊ ഇത് എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇൻസേർഷൻ പോയിന്റ് 00 ഒറിജിൻ 00 എൻ്റർ ചെയ്യാം. ഇവിടെ എൻ്റർ കൊടുത്ത് പോകുമ്പോൾ ആ കറക്റ്റ് ഒറിജിനിൽ വന്നു. ഒറിജിനിൽ പ്ലേസ് ചെയ്യണം. അത് നിങ്ങൾ വിട്ടുപോകരുത്. ഈ ടാബ്സിൽ ഒറിജിനിൽ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടാണ് ഈ ടാബ്സിലും ഒറിജിൻ കോയിൻസൈഡ് ചെയ്തിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് അത് നമുക്കത് മൂവ് ചെയ്യണതൊക്കെ ആ ഒറിജിനൽ റെഫർ ചെയ്തിട്ടാണ്. അപ്പം എപ്പോഴും ഒറിജിനിൽ പ്ലേസ് ചെയ്യാൻ നോക്കുക ബേസ് പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ സെൻട്രൽ ലൈൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ M ലൈനിൽ തന്നെ എഡിറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഫില്ലറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. എന്നിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളത് ഈ ടാബ്സിൽ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ടാബ്സിൽ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ കവർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ ക്ലിയർ ആവാത്ത ഉണ്ടോ? നമുക്ക് തന്നെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ ഓഡിബിൾ ആണോ? ഓക്കെ, ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. മാർക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്നത്തെ ഇത് വെച്ചിട്ട് ബേസ് ചെയ്ത് ക്വിസ് ഉണ്ടാവും ഫസ്റ്റ് 5 മിനിറ്റ്സിൽ. അപ്പൊ ഇന്നത്തെ പോർഷൻസിന്റെ ബേസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് അറ്റൻഡൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുന്നത് എല്ലാം.